ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രകാശനാണെങ്കിൽ ആകെ വയ്യാണ്ട് ചുമച്ചും അതുപോലെ തന്നെ ഒട്ടും എഴുന്നേൽക്കാൻ പോലും പറ്റുന്നില്ല. പ്രകാശന് ഒരു വെള്ളം കുടിക്കാൻ പോലും പറ്റുന്നില്ല. കല്യാണിക്കാണെങ്കിൽ ആകെ വിഷമമായിട്ടോ. കല്യാണി ദീപ എടുത്ത് പറയണ്ട, അമ്മേ നമുക്ക് അച്ഛൻ താമസിക്കുന്നിടത്ത് വരെ ഒന്ന് പോയാലോ. മോളെ വേണ്ട കേട്ടോ, അവിടെ പോകണ്ട. പല ആയുധങ്ങൾ അയാളുടെ കയ്യിലുണ്ടാവും. അയാളുടെ സ്വഭാവം ഇപ്പോഴെന്താന്ന് പിടി കിട്ടിയിട്ടേ ഇല്ല. പിന്നെ അയാളുടെ മോൻ പരോളിൽ എപ്പോഴെങ്കിലും ഇറങ്ങുമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് മോള് പോകാൻ നിൽക്കണ്ട, അത് ഭയങ്കര റിസ്ക്കാ മോളെ, പോവണ്ട. അമ്മേ ഞാനൊന്ന് പോയിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. വേണ്ട മോളെ, നീ പോവണ്ട, വേണമെങ്കിൽ കിരൺ മോനോട് പറഞ്ഞിട്ട് കിരൺ മോനായിട്ട് പോയിക്കോ, അല്ലാണ്ട് നീ പോവാൻ നിൽക്കേണ്ടത് പറയാണ്. അങ്ങനെ ദീപ അവിടെ നിന്ന് പോകുമ്പോഴേക്കും കല്യാണി മനസ്സിൽ തീരുമാനിക്കുകയാണ്, ഇല്ല ഞാൻ എന്തായാലും അച്ഛൻ്റെ അടുത്തേക്ക് പോകും. അച്ഛനെ തനിക്ക് കാണണം. അച്ഛൻ എന്ത് സംഭവിച്ചെന്ന് അറിയില്ലല്ലോ. ഒന്ന് സ്നേഹിച്ച് തുടങ്ങിയുള്ളൂ അച്ഛൻ, അപ്പം തന്നെ അച്ഛൻ തന്നെ വിട്ടുപോകാണ്. ആ ഒരു രീതി വരെ കല്യാണി ആലോചിക്കുകയാണ്. എന്തായാലും അമ്മനെ ധിക്കരിച്ചിട്ടാണെങ്കിലും അച്ഛനെ കാണാൻ പോകും എന്ന് കല്യാണി തീരുമാനിക്കുകയാണ്. കാരണം അച്ഛൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയണം എന്ന് വിചാരിക്കുന്ന കല്യാണി നേരെ പോണത് പ്രകാശൻ ഇപ്പം നിൽക്കുന്നിടത്താണ്. കാരണം അമ്മൂമ്മ പറഞ്ഞ ഓർമ്മയുണ്ട് പ്രകാശൻ ഇപ്പം എവിടെയാ ഉള്ളതെന്ന്. ആ ഒരു ഓർമ്മയിൽ നമ്മുടെ കല്യാണി പോണ വഴിക്ക് അമ്മൂമ്മ പറയുന്നുണ്ട്, അമ്മൂമ്മനെ കാണുന്നുണ്ട്. അപ്പം അമ്മൂമ്മ പറയുന്നുണ്ട്, മോളെ വേണ്ട മോളെ, നീ അവനെ കാണാൻ വേണ്ടി പോകണ്ട, വേണമെങ്കിൽ ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. അമ്മമ്മേ എനിക്ക് പോകണം അമ്മമ്മേ, എനിക്കെന്തോ മനസ്സിലെങ്ങനെ തോന്നുന്നു, അച്ഛൻ എന്തോ സംഭവിച്ചിട്ട പോലെ എൻ്റെ മനസ്സിൽ തോന്നുവാണ്, ഞാൻ പോയി കാണട്ടെ അമ്മമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കല്യാണി പ്രകാശിനെ കാണാൻ വേണ്ടി പോകുകട്ടെ. പ്രകാശിൻ്റെ അവസ്ഥ കാണുമ്പോൾ കല്യാണി ഞെട്ടിപ്പോകാണ്. കാരണം ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്ത് കുടിക്കാൻ പറ്റാതെ പ്രകാശൻ അവിടെ കിടന്ന് വയ്യാണ്ട് പനിച്ച് വിറച്ച് അവിടെ അങ്ങനെ കിടക്കുവാണ്. കല്യാണി അപ്പം തന്നെ പ്രകാശനെ എഴുന്നേൽപ്പിക്കേണ്ട, വെള്ളം കുടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടായി കൊടുക്കുന്നുണ്ട്. പ്രകാശന് എന്താണെന്നറിയില്ല, പൊട്ടിക്കരയാണ് പ്രകാശൻ. കല്യാണിയുടെ ആ ഒരു സ്നേഹം കാണുമ്പോഴേക്കും ഈശ്വര ഞാൻ എന്തൊരു പാപിയാണ്, എന്തൊരു മനുഷ്യനാണ് ഞാനൊരു മനുഷ്യനാണോ, ഈ ഒരു മോളെയാണല്ലോ ഈശ്വരൻ ഞാൻ ഇത്രയും നാൾ അകറ്റി നിർത്തിയത്, ഒരു ശാപമായിട്ട് കണ്ടത്, അവസാനം എൻ്റെ ശാപമോക്ഷത്തിന് വേണ്ടി ഇവള് തന്നെ വരേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശൻ സ്വയം ഇങ്ങനെ ശപിക്കുകയാണ്. അതേസമയം നമ്മുടെ മനോഹർ ആണെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് പോകാൻ വേണ്ടി പോകുവാട്ടോ. അപ്പൊ സരയുക്ക് മനസ്സിലായി മനോഹർ ഇപ്പം ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇനി മേലാൽ മനോഹർ വരില്ലെന്ന്. അപ്പൊ മനോഹർ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് മോള് അങ്ങനെ ഞാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുകയാണ്. അപ്പൊ ഷാരി നിലത്ത് നിൽക്കുന്നുണ്ട്. ഷാരി ചോദിക്കണ്ടേടാ, സത്യം പറയടാ, നിന്റെ കല്യാണമായിരുന്നു ഇന്ന് അല്ലേ ചോദിക്കുമ്പോൾ, അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? എടാ രാവിലെ നീ ഉടുത്തൊരുങ്ങി പോയപ്പോൾ തന്നെ എനിക്ക് തോന്നി നിന്റെ കല്യാണം എന്തോ ആണെന്ന്. പുതിയൊരു പെണ്ണിനെ നീ പറ്റിച്ചല്ലേടാ? അതെ പറ്റിച്ചു. നിങ്ങളുടെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഇന്ന് ഒഴിഞ്ഞു പോകുന്നു പറഞ്ഞതല്ലേ, ഞാൻ അതെ ഒഴിഞ്ഞു പോകാൻ പോവാണ്. ഇന്ന് ഞാൻ എൻ്റെ പുതിയ ഭാര്യട്ട് അമേരിക്കയിലേക്ക് പോകും. ഇനി ഞാൻ ഈ പരിപാടിക്കൊന്നും ഇല്ല കേട്ടോ. ഇനി വേറെ ആരെയും കല്യാണം കഴിക്കാനും പോകുന്നില്ല. അവസാനത്തെ ഭാര്യയാണ് ഇപ്പം ഞാൻ കെട്ടിയേക്കണം മരിയ. അവളായിട്ട് അമേരിക്കയിൽ പോവാണ്. പിന്നെ അവിടെ സെറ്റിൽ ചെയ്യും. ഇനി നാട്ടിലേക്കൊന്നും വരാൻ പോണില്ല. അവിടെ അങ്ങോട്ട് കുട്ടിയും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് അവിടെ അങ്ങ് നിൽക്കും. എടാ മഹാപാപി, നീ പോയിക്കാൻ എൻ്റെ മോളുടെ മാനസികാവസ്ഥ ആലോചിക്കാൻ പോലും എനിക്ക് വയ്യ. നിങ്ങൾ നിങ്ങളുടെ മോളെ നോക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ മോളൊന്നും അല്ലല്ലോ, അവളെന്തെങ്കിലും ചെയ്യട്ടെ വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോകും. എടാ നീയൊക്കെ എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നത്? നീ എന്തൊരു മഹാപാപിയാടാ, എന്തൊരു വൃത്തികെട്ടവനാടാ നീ. അതെ, നിങ്ങൾ ആ ഡയലോഗ് എന്നോട് പറയരുത്. നിങ്ങളുടെ ഭർത്താവാണ് ഈ ലോകം കണ്ടിൽ ഏറ്റവും വലിയ മഹാപാപിയും വൃത്തികെട്ടവനും. കാരണം എന്താണെന്നറിയാവോ? ഞാൻ കുറെ കല്യാണം കഴിച്ചിട്ടുണ്ട്, ശരി തന്നെയാണ്. പക്ഷെ കല്യാണം കഴിച്ച് ആ ഭാര്യമാരുടെ കൂടെ ജീവിക്കുമ്പോൾ അവർക്ക് പരമാവധി സന്തോഷം ഞാൻ കൊടുത്തിട്ടുണ്ട്. അവർ ആ ഒരു വർഷം മാക്സിമം എന്നെ ഹാപ്പി ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പോയത്. പിന്നെ ഞാൻ കല്യാണം കഴിച്ചിട്ട് പകുതി ആൾക്കാർ വേറെ വിവാഹമൊക്കെ കഴിച്ചു. ബാക്കി പകുതി പേര് ഇപ്പോഴും എന്നെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ്. പക്ഷെ എന്നാലും നിങ്ങളെ ഭർത്താവ് ചെയ്ത ചതി ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങളെ ഭർത്താവ് എന്ത് ചതിയാണ് കാണിച്ചത്? സ്വന്തം പെങ്ങളെ പറ്റിച്ചില്ല 25 വർഷം. എന്നിട്ട് അവരുടെ ഭർത്താവിനെ സ്വന്തം ഒരു പെണ്ണിനെ ഗർഭിണിയാക്കിയിട്ട് ആ ഗർഭം ആയ അവരുടെ ഭർത്താവിന്റെ തലയിലേക്ക് കെട്ടിവെച്ചു. എന്നിട്ടോ അവർ പ്രസവിച്ച സ്ത്രീ പ്രസവിച്ച കുഞ്ഞെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവച്ചു. എന്തൊക്കെ തിരിമറിയാൾ ചെയ്തത്! അത് മാത്രമല്ല, എന്തോരം പേരെ കൊല്ലാൻ നോക്കിയാള്. ഞാൻ എന്തായാലും ഇത്ര ആരും കൊല്ലാനൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഞാനല്ലേ നല്ലത് എന്ന് പറഞ്ഞടാ, നീയും അയാളൊക്കെ ഒറ്റ കെട്ടാടാ, പോടാ എന്ന് പറയാണ്. അപ്പൊ സരു ഇങ്ങനെ മനസ്സ് വെക്കണം, നീ പോടാ, നീ അമേരിക്കയിലല്ല, നീ പരലോകത്തേക്കാ പോകാൻ പോണത്. നിന്നെ ഇനി ഒരു പെണ്ണായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ലടാ. നിന്റെ ജീവിതം ഇതോടെ തീർന്നു. എല്ലാ പെണ്ണുങ്ങളുടെയും കമ്മ്യൂണിറ്റി ഞാൻ നിന്നെ തീർക്കാൻ പോവാടാ. എന്തായാലും ഞാനൊന്നില്ലെങ്കിൽ ജയിലിൽ പോകും, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും, എങ്കിലും കുഴപ്പമില്ല. നീ ഇനി ജീവനോടെ ഈ ഭൂമിക്ക് ഭാരമായിട്ട് വേണ്ട എന്ന് സരയും തീരുമാനിക്കണം. അങ്ങനെ സരയു രണ്ടും കൽപ്പിച്ച് മനോഹറിനെ ഇല്ലാതാക്കാൻ വേണ്ടി തന്നെ ആ ഒരു ഇരുമ്പൊലക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് പോകുവാട്ടോ. മനോഹറിന്റെ തല അടിച്ച് പൊട്ടിക്കാൻ വേണ്ടി. നമ്മുടെ ഷാരി രാഹുലിന്റെ തല ഇടക്ക് തല അടിച്ച് പൊട്ടിക്കാറുണ്ട്. പക്ഷേ രാഹുൽ വീണ്ടും എഴുന്നേറ്റ് വരും. തലക്ക് കുഴപ്പമില്ല. രാഹുലിന്റെ തല എത്ര പ്രാവശ്യം പൊട്ടിട്ടെന്ന് രാഹുലിനെ പോലെ അറിയില്ല. പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ. മനോഹറിന് ശരിക്കും തീർക്കാൻ തന്നെയാണ് സരയു തീരുമാനിച്ചേക്കുന്നത്. അതായത് മനോഹർ ഇനിയില്ല, ആ രീതി തന്നെയാണ്. പക്ഷേ ഒരു ദിവസത്തെ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് മനോഹർ ഇപ്പോൾ ഇത്രയും എപ്പിസോഡിലുള്ളത്. അതായത് മനോഹറിന്റെ ആ ഒരു മരണം സരയുവിന്റെ കൈകൾ കൊണ്ട് തന്നെയാണ്. മനോഹറിന്റെ അവസാന ഭാര്യ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നിഷ തന്നെയാണ് കേട്ടോ. അങ്ങനെ മനോഹർ സ്വപ്നമൊക്കെ കണ്ട് പോകാൻ പോകുമ്പോഴാണ് സരയു ആ ഒരു ഇരുമ്പൊലക്കെ ആയിട്ട് വരുന്നത്, മനോഹറിന്റെ തല അടിച്ച് പൊട്ടിക്കാനായിട്ട്. എന്തായാലും മനോഹർ മരിക്കുമ്പോൾ സരയു ജയിലിലേക്കൊന്നും പോകാൻ പോണില്ല.
പോകാൻ പോണത് ഭ്രാന്താശുപത്രിയിലേക്കാണ്. സരയുക്ക് ഇപ്പം തന്നെ തലക്ക് ചെറിയൊരു കുഴപ്പമുണ്ട്, അതായത് ചെറിയൊരു മെൻ്റലായിട്ടുണ്ട്. അത് പൂർണ്ണ മെൻ്റലാവാൻ പോവാണ്. അതായത് സരയു പൂർണ്ണമായിട്ട് ഭ്രാന്തിയാവാൻ പോവാണ്. സ്വന്തം ഭ്രാന്തിയായിട്ടുള്ള മകളെ നോക്കുന്ന ഒരു അമ്മയായിരിക്കും ഷാരീന്. ഓരോരോ സെക്കൻഡും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അമ്മ എത്രമാത്രം ക്രൂരതകൾ ചെയ്തു അതിനെയൊക്കെ അനുഭവിക്കാൻ പോവാണ്. തൻ്റെ മകളെയും അതുപോലെ തന്നെ കൈക്കുഞ്ഞിനെ നോക്കി 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 ഷാരിയുടെ ജീവിതം അങ്ങനെ കളയും. മനോഹർ ഇങ്ങനെ കൊന്നതുകൊണ്ട് സരുവിന് വലിയ ശിക്ഷയൊന്നും കിട്ടില്ല. കാണുന്നറിയാമോ, മനോഹർ അങ്ങനെ പേരോ അതുപോലെ തന്നെ അഡ്രസ്സും ഇല്ലാത്ത ഒരാളാണ്. പിന്നെ ഒരുപാട് പെമ്പിളയുടെ ജീവിതം തകർത്തതാണ്. ഒരുപാട് കേസുകൾ അയാളുടെ പുറകിലുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഒരാൾ മരിച്ചാലും ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷെ സരുവിന് കുഴപ്പമുണ്ട്. സരയു മുഴുവട്ടിയാവും. പിന്നെ വേറൊരു കാര്യമുണ്ട്, സരുവിന്റെ കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞ് കല്യാണി പറഞ്ഞ പോലെ തന്നെ കല്യാണി തന്നെ ഏറ്റെടുക്കാനാണ് ചാൻസ് കേട്ടോ. കല്യാണി ഇടയ്ക്ക് കിരണിനോട് പറഞ്ഞിട്ടില്ലേ, പാവ നല്ലൊരു മിടുക്കി കുഞ്ഞാണത്, ആ കുഞ്ഞ് കിട്ടുകയാണെങ്കിൽ ഞാൻ നന്നായിട്ട് വളർത്തിയാനെ എന്ന് കല്യാണി പറയുമ്പോൾ കിരൺ പറയുന്നുണ്ടല്ലോ, ആ കുഞ്ഞ് ഒരിക്കലും നമുക്ക് കിട്ടില്ല. അഥവാ കിട്ടണമെങ്കിൽ തന്നെ അവള് ഏതെങ്കിലും കേസിൽ പോയി കുടുങ്ങി ആ വീട്ടിൽ എല്ലാവർക്കും എന്തായാലും എല്ലാവർക്കും ശിക്ഷ കിട്ടുന്ന ഉറപ്പാണ്. അങ്ങനത്തെ എന്തെങ്കിലും അവസ്ഥ വരെങ്കിൽ, ആ കുഞ്ഞിന് ആരില്ലാത്തൊരു അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് ആ കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്താന്ന് കിരണും പറയുന്നുണ്ട്. അതെ, അത് തന്നെയാണ് നടക്കാൻ പോണത്. സരിയു മുഴുവൻ ഭ്രാന്തിയാവും. സരിയുനെ നോക്കിക്കൊണ്ടിരിക്കും ഷാരി. പക്ഷെ ആ കുഞ്ഞിന്റെ അവസ്ഥയോ, കുഞ്ഞിനെ പഠിക്കണം, അവൾക്ക് വിദ്യാഭ്യാസം വേണം, അവൾക്ക് നല്ലൊരു അച്ഛനും അമ്മയുടെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ അതിനെ പറ്റുന്ന ഒരാളെന്ന് പറഞ്ഞാൽ കിരണും കല്യാണിയും തന്നെയാണ്. അവർ ആ ഒരു കുറവ് ഇല്ലാതെ കിരണും കല്യാണിയും ആ കുഞ്ഞിനെ വളർത്തുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതൊക്കെ പോട്ടെ, നമ്മുടെ പ്രകാശനാണെന്നുണ്ടെങ്കിൽ കല്യാണി അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പ്രകാശിന് നല്ല ഇലയൊക്കെ വിരിച്ചിട്ട് അതിൽ ചോറും സാമ്പാറും അവിയലൊക്കെ വെച്ചിട്ട് നമ്മുടെ പ്രകാശിന് ഊണ് കൊടുക്കുകയാണ്. പ്രകാശിന്റെ കണ്ണ് നിറയാണ്. പ്രകാശൻ ചോദിക്കുന്നുണ്ട്, മോളെ എനിക്കൊരു ആഗ്രഹമുണ്ട്, എന്താ അച്ഛാന്ന് കല്യാണി ചോദിക്കുമ്പോൾ, ഞാൻ മോൾക്ക് ഭക്ഷണം ഒന്ന് വാരി തന്നോട്ടെ, നിനക്ക് ഇതുവരെ ജനിച്ചിട്ട് നിനക്ക് 10-27 വയസ്സായി, ഇതുവരെ ഞാൻ ഒരു ഉരുള ചോറ് നിനക്ക് വാരി തന്നിട്ടില്ലല്ലോ മോളെ, ഞാൻ ഒരു ഉരുള ചോറ് എൻ്റെ മോൾക്ക് വാരി തന്നോട്ടെ, മോൾക്ക് വിരോധമില്ലെങ്കിൽ മാത്രം എന്ന് പറയുമ്പോൾ കല്യാണി പറയണ്ട, അച്ഛാ എനിക്കെന്ത് വിരോധമാണ് അച്ഛാ, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറയണം. അങ്ങനെ പ്രകാശൻ നിറ കണ്ണുകളോട് കൂടി തന്നെ ആ ഒരു ഉരുള ചോറ് നമ്മുടെ കല്യാണിക്ക് കൊടുക്കുകയാണ്. കല്യാണിക്ക് സന്തോഷമാവാണ്. കല്യാണി ഒരു ഉരുള ഉരുട്ടിട്ട് പ്രകാശന് കൊടുക്കുകയാണ്. ശേഷം കല്യാണി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. ദീപ പറയണ്ട, എന്നാലും വേണ്ടായിരുന്നു മോളെ, കുറച്ച് അവിവേകമായി പോയി കാണിച്ചത്, അയാൾ എത്രയൊക്കെ സ്വഭാവം മാറിയെന്ന് പറയാലും ചിലപ്പോൾ ആൾ മാറിയിട്ടുണ്ടാവും, പക്ഷെ അയാൾ അടുപ്പിക്കാൻ നിൽക്കേണ്ട മോളെ എന്ന് പറയാണ്. കല്യാണി പറയണ്ട്, അമ്മേ അതെൻ്റെ അച്ഛനാണ്, അച്ഛനെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അച്ഛനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? അച്ഛൻ മുമ്പ് ക്രൂരനായിരുന്നു, എല്ലാം ശരി തന്നെയാണ്. പക്ഷേ എൻ്റെ അച്ഛൻ ഇപ്പോൾ എൻ്റെ ഒരു ആവശ്യം അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ആവശ്യമുള്ളൊരു സമയമാണ്. ആ സമയത്ത് അദ്ദേഹത്തെ കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തെ അയൽക്കാരും നമ്മൾ തമ്മിൽ എന്ത് വ്യത്യാസമാണ് അമ്മ ഉള്ളത്? എന്തായാലും എനിക്കത് പറ്റില്ല അമ്മേ, എൻ്റെ അച്ഛൻ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ദീപനെ ധിക്കരിച്ചുകൊണ്ടാണ് പ്രകാശന കല്യാണി എല്ലാ കാര്യങ്ങളും കെയർ ചെയ്യുന്നത് കേട്ടോ. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഭാഗം തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, 1.5 മാസം മുമ്പ് സാരി ഒരു ഇരുമ്പൊലൊക്കെ ആയിട്ട് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി പോണത്, ആ സമയത്ത് മരിയയും അതുപോലെ തന്നെ മനോഹറും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് എപ്പിസോഡിൽ ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഇരുമ്പൊലൊക്കെ തന്നെയായിരിക്കും ഈ ഇരുമ്പൊലൊക്കെ, നമ്മുടെ മനോഹറിന്റെ തല തല്ലി പൊട്ടിക്കാൻ പോണ ഇരുമ്പൊലൊക്കെ. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ.